ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പച്ചയേത്തക്ക കൊണ്ടൊരു കറിയാണ്. പച്ചയേത്തക്കയും തുമരൻ പരിപ്പും. ഈ മീൻ കൂട്ടാത്തവർക്കൊക്കെ ഈ കറി നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഏത്തക്ക ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. മരച്ചീനിയൊന്നും അവർക്ക് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഏത്തക്ക ചെറുതായി മുറിച്ച് പുഴുങ്ങി ചമ്മന്തിയും ചേർത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ചോറൊക്കെ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും ഇങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പം നമുക്കധികം ചോറ് കഴിക്കാൻ തോന്നത്തില്ല. ഇങ്ങനെ ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ മരച്ചീനി പോലെയൊക്കെ ഇരിക്കും. നമുക്ക് പല തരത്തിലുള്ള ചമ്മന്തി ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കുറച്ച് പച്ചയേത്തക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൊരെണ്ണം നമുക്ക് പുഴുങ്ങി കഴിച്ച് നോക്കാം. ഒരെണ്ണം അതുപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചീനിയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റാവും ഇതിന്. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിൽ ഇതൊരു പാത്രത്തിലിട്ടിട്ട് കുക്കറിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോകത്തില്ല. ഇങ്ങനെ വെച്ചിട്ട് ഒരടപ്പും വെച്ച് ഇതടയ്ക്കാം. ശകലം ഉപ്പും ഇട്ട് വേവിക്കാം. ഒരു വിസിൽ കേട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സിമ്മി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറടച്ച് ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. നമുക്കതിനൊരു ചമ്മന്തിയും കൂടെ ചെയ്യാം. മാങ്ങാ ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് തേങ്ങയും അതിന് വേണ്ടുന്ന പുളിക്ക് വേണ്ടുന്ന മാങ്ങ ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. കായ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ തൊലിയൊക്കെ മാറ്റി അത് റെഡിയാക്കി എടുക്കാം. തൊലി മാത്രം ഇളക്കി മാറ്റിയാൽ മതിയാവും. നമുക്ക് ചോറൊക്കെ കുറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് മാങ്ങാ ചമ്മന്തിയാണ്, പുളിയുള്ള ചമ്മന്തിയും ചെയ്യാം. നമുക്കിനി വാഴയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് തൊലിച്ചെടുക്കണം. നമ്മൾ വറ്റലിനൊക്കെ തൊലിക്കുന്ന പോലെ തൊലിച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ തുമരൻ പരിപ്പ്, കുറച്ച് തുമരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടുന്ന അരപ്പിന് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിക്ക് വേണ്ടുന്ന കുറച്ച് അധികം എരിയാവാൻ പാടില്ല, കുറച്ച് മുളക് പൊടി, പിരിയമുളകിൻ്റെ പൊടിയാണ്, കുറച്ച് മല്ലിപ്പൊടി അധികമാവണ്ട, കുറച്ച് 2-3 കഷ്ണം ചെറിയ ഉള്ളി. ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്ക് തുമര കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് പെട്ടെന്നൊന്നും അധികം വെന്ത് പോകണ്ട, പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇവിടെ തുമര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇത് ചട്ടിയിലും വയ്ക്കാം. നമ്മൾ തുമര വേവിച്ചുകൊണ്ട് ഇതിൽ തന്നെ ഇട്ടെന്നേ ഉള്ളൂ. ചട്ടി വെച്ചാലും പ്രത്യേക ടേസ്റ്റാണ്. മീൻകറി പോലെ ഇരിക്കും. അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കടുവും താളിച്ച് കറിവേപ്പിലയും ചേർത്ത് കടുവും താളിക്കാം. നമ്മുടെ ഏത്തയ്ക്കായും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ഹെൽത്തിയുമാണ്. ഇത് മീൻ കൂട്ടാത്തവർക്കൊക്കെ ഈ കറി നല്ലപോലെ ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.